ആരാ ഈ പ്രൈവറ്റ് സെക്രട്ടറി? നമ്മൾ കാണേണ്ടത്, ഞാൻ ആ സെക്രട്ടറി ആരെന്നല്ല ചോദിക്കുന്നത്, പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. പ്രൈവറ്റ് സെക്രട്ടറി ഈ ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അയാൾ മന്ത്രിയല്ല. മന്ത്രി പോകുന്നത് പോലെ പോയി സന്ദർശിക്കാനും പരിശോധിക്കാനും പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ല, അവകാശമില്ല. ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിലും അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇവരെ സഹായിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. സഹായിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ നിൽക്കരുത്. നാടിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിച്ചു പോകുന്നതിനെ അത് ക്രമം തെറ്റിക്കലാണ് എന്ന് തന്നെ പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നാളെ അത് ആപത്തുണ്ടാക്കും, നാം വിചാരിക്കാത്ത തരത്തിലുള്ള ആപത്തിലേക്ക് എത്തിക്കും. ഈ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിക്ക് പകരമായിട്ട് ഇടപെടേണ്ട ആളല്ല. മന്ത്രിയെ സഹായിക്കാൻ ആവശ്യമായ നടപടികളെയൊക്കെ സ്വീകരിക്കാം. പക്ഷേ ഒരു തരത്തിലും മന്ത്രിക്ക് പകരമായി സന്ദർശിക്കാനോ ഭരണ നടപടികൾ ഇടപെടാനോ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ്. വകുപ്പ് മേധാവികളോ ഉയർന്ന ഉദ്യോഗസ്ഥരോ അവരാണ് സർക്കാർ ഓഫീസുകളിൽ ഇത്തരം പരിശോധനകൾ നടത്താറുള്ളത്. അപ്പോ ആരോഗ്യമന്ത്രിയേക്കാൾ മുകളിൽ താൻ എന്ന ഭാവത്തിലാണോ ഈ പ്രൈവറ്റ് സെക്രട്ടറി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.